നമസ്കാരം. ഞാൻ ശ്രീകുമാർ ഭരണിക്കാവ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭരണിക്കാവ് ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ കറ്റാനത്ത് നിന്നും മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയിൽ ഏകദേശം 2 കിലോമീറ്റർ വരുമ്പോൾ റോഡിൻ്റെ ഇടതുവശത്തായാണ് പ്രസിദ്ധമായ ഭരണിക്കാവ് ദേവീക്ഷേത്രം നിലകൊള്ളുന്നത്. ഉഗ്രപ്രതാപിയായ ദേവി ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമായി നടക്കാവ് എന്നറിയപ്പെടുന്ന വിശാലമായ വെള്ള മണൽപ്പരപ്പിൻ മൈതാനത്തിനോട് ചേർന്ന് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഓണാട്ടുകരയിലെ പാടങ്ങളിൽ എള്ളിൻപൂ വിരിയുന്ന മീനമാസത്തിൻ ഭരണി നാളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം. അതിനു മുന്നോടിയായി ധനുമാസത്തോടെ പണയിലെയും പനിക്കലെയും തറവാടുകളിലെത്തി ദേവി കൈനീട്ടപ്പറ സ്വീകരിക്കുന്നതോടുകൂടി ആ വർഷത്തെ പറയെടുപ്പ് തുടങ്ങും. ഗ്രാമവീഥികളിലൂടെ തണ്ടിന്മേലേറി വീടുകൾ തോറും ഗ്രാമദേവത എത്തുകയാണ്. ഉൾഗ്രാമത്തിൻ്റെ തെരുവുകൾ ഉണരുകയാണ്. വാദ്യമേളഘോഷത്തിൻ ദ്രുതതാള ചുവടുകളോടെ ദേവി വരുമ്പോൾ വിളക്ക് വെച്ച് നിറമറയൊരുക്കി കാത്തിരിക്കുകയാണ് ഭരണിക്കാവിലെ ഓരോ ഗ്രഹങ്ങളും. സുഗന്ധം നിറയുന്ന തിരുമുറ്റങ്ങളിൽ ചെമ്പട്ടണിഞ്ഞ ജീവിതയിൽ ആടിയുറയും ഭഗവതി. ഭരണിക്കാവിലമ്മയുടെ ഐതിഹ്യം ഇപ്രകാരമാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. പണ്ട് ദുർമൂർത്തിയായ ഒരു യക്ഷി ഭരണിക്കാവിനെ ബാധിച്ചു. ഇതിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ നാട്ടുപ്രമാണികളായിരുന്ന പണയിലെയും പനിക്കലെയും തറവാട്ടുകാർണവർമാർ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നാളുകളോളം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്നു. ഒടുവിൽ സർവാഭീഷ്ടദായിനിയായ ഭഗവതി അവരിൽ സംപ്രീതയാകുകയും ദേവി യഥാകാലം വന്നുകൊള്ളാമെന്നും അരുളി ചെയ്തു. തറവാട്ടുകാർണവർമാർ അരുളപ്പാട് കേട്ട് നാട്ടിലേക്ക് മടങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തേജസ്വിനിയായ ഒരു യുവതി ഓലിക്കൽ എന്ന തറവാട്ടിലെത്തി. പണയിലെയും പനക്കിലെയും തറവാടുകളിലേക്ക് പോകാൻ വഴികാട്ടിയായി അവിടുത്തെ മകനെ കൂടി അയക്കണമെന്ന് പറഞ്ഞ യുവതിയോട് എതിര് പറയാൻ ഓലിക്കലമ്മയ്ക്ക് കഴിഞ്ഞില്ല. പണയിലെയും പനക്കിലെയും തറവാടുകളിൽ പോയി മടങ്ങി വരവേ ദുർമൂർത്തിയായ യക്ഷി യുവാവിനെ ആക്രമിക്കാനെത്തി. ദേവി ശ്രീഭദ്ര ഉഗ്രരൂപിണിയായി യക്ഷി നിഗ്രഹണത്തിനൊരുങ്ങി. ഭയന്നോടിയ യക്ഷിയെ മേലിൽ ജനങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് സത്യം ചെയ്യിച്ച് ചുനക്കര കറുത്തകണ്ഠൻ കാവിലുണ്ടായിരുന്ന ഗുഹയിലടച്ചു. ഇതാണ് ഭരണിക്കാവ് ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ പടിപ്പുരയിലുള്ള കൃഷ്ണശിലാ ബുദ്ധവിഗ്രഹം സവിശേഷത കൊണ്ടും രൂപഭംഗി കൊണ്ടും ശ്രദ്ധ ആകർഷിക്കുന്നു. കേരളത്തിലെ ലക്ഷണമൊത്ത ബുദ്ധവിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. 1951 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശതമാനം 92.6 പോളിംഗ് നടന്ന നിയമസഭാ മണ്ഡലം കൂടിയായിരുന്നു അന്നത്തെ ഭരണിക്കാവ് മണ്ഡലം. ഇനിയും മീനമാസ ഉത്സവ ദൃശ്യങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.